മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി തിരകളും തീരവും ഹൃദയവും വാചാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. സൂര്യ, നീ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ? വേറെ എങ്ങോട്ടാ? കോളേജിലേക്ക്. കോളേജിലേക്കോ? അതും ഇത്ര നേരത്തെയോ? അല്ല, നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട, എന്തോ വിശക്കുന്നില്ല, ഞാൻ പോവാ. സൂര്യ നിക്ക്. എടാ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. കണ്ണാ വാവേ, ദേ രണ്ടെണ്ണം മര്യാദക്ക് എണീറ്റു. ഞാൻ കുറെ നേരം കൊണ്ട് വിളിക്കാം. ഇനി എണീറ്റില്ലെങ്കിൽ ഇതേ സത്യമായിട്ട് ഞാൻ ഈ വെള്ളം കോരി വയ്ക്കുവേ. ആ വേണ്ട, എണീറ്റു. ഫ്രഷ് ആയിട്ട് വേഗം താഴോട്ട് വരാൻ നോക്ക്. എന്നെ വീണ്ടും ഇങ്ങോട്ട് വരുത്തിക്കരുത് കേട്ടാ? ആ കേട്ടു. ശ്രീയേട്ടാ, എന്നാ കോഫി. അമ്മ, ഇന്ന് എന്താ കഴിക്കാനുള്ളത്? ദേ ദോശയും സാമ്പാറും ഉണ്ട്, വന്നിരുന്ന് കഴിച്ചേ. നിങ്ങൾ കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എടാ, നിങ്ങൾ ഫുഡ് കഴിച്ചോ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ആ അമ്മ, ഇറങ്ങാം. അച്ഛൻ എന്തേ? ആ ഞാൻ ദേ വരുന്നു. അല്ലമ്മ, ഇന്നെന്തിനാ എത്ര നേരത്തെ കോളേജിൽ പോണേ? ഓ, രാവിലെ തന്നെ അതേ ടീച്ചേഴ്സിന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നേരത്തെ കാലത്ത് ചെന്നില്ലെങ്കിൽ ശരിയാവത്തില്ല, അതാ. അപ്പോ ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടാവില്ല അല്ലേ? ആ ഇല്ല, ഫസ്റ്റ് അവർ മാത്രല്ല, സെക്കൻഡ് അവറും ചിലപ്പോ ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആ അതെന്തായാലും നന്നായി. ആ സന്തോഷം. ദേ കണ്ണാ, നിന്നോടാ 2 അവർ ക്ലാസ് ഇല്ലാന്നും പറഞ്ഞ് നീയും നിന്റെ ഗ്യാങ്ങും കൂടി വല്ല കുരുത്തക്കേടിനും പോയിന്ന് ഞാൻ അറിഞ്ഞ. കോളേജാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, അവിടെ ഇട്ട് ഞാൻ എല്ലാത്തിനും തല്ലും. അമ്മ, ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും പോകത്തില്ല. പക്ഷെ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്ന വെറുതെ കൈയും കെട്ടി നോക്കിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്നോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ കണ്ണാ. അതെങ്ങനെയാ? മത്തം കുത്തിയ കുമ്പളം മുളച്ച ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളുടെ മോൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്നത്തെ കൈയും കാലം തല്ലി ഒടിച്ചിട്ടുണ്ട്. ആ ഗുണം എന്തായാലും മോൻ കാണിക്കാണ്ടിരിക്കില്ലല്ലോ. അവിടെ എനിക്ക് തോന്നിയായിരുന്നു ഇത് ഇങ്ങനെ വരും. അവൻ എന്ത് ചെയ്താലും അതൊക്കെ എന്റെ തലയിലേ വരത്തുള്ളൂ. നിങ്ങൾ കാരണമാണല്ലോ അവൻ ഇങ്ങനെ ആയത്. അപ്പൊ പിന്നെ നിങ്ങളെല്ലാം ഞാൻ വേറെ ആരെ പറയാനാ? ഓർക്കുന്നുണ്ടോ പണ്ട് ആരുടെയോ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചുകൊണ്ട് വന്ന ചെറുക്കനെ പിടിച്ചിട്ട് നമുക്കാരുടെ ഒന്നും വേണ്ടാന്നും പറഞ്ഞ് തല്ലിക്കാൻ കൊണ്ടുപോയതല്ലേ നിങ്ങളവനെ? പിന്നല്ലാണ്ട് എന്റെ ചെറുക്കനതല്ല അവനാരാ? ആ ഇതാ ഞാൻ പറഞ്ഞത്. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓ മതി, രണ്ടുപേരൊന്നും നിർത്ത്. കോളേജ് എത്തി. ആ ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, പോരെ. കണ്ണ, അവൾ അങ്ങനെ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്കണം. വെറുതെ നോക്കി നിന്നാൽ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം അപ്പൊ തന്നെ. ആ ഇതാണ് അമ്മ പറയുന്നത്. അല്ലെങ്കിലും അച്ഛൻ തന്നെയാ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓ, അമ്മയുടെ കുഞ്ഞു വാ തുറന്നോ? ഒന്നില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മോൻ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോളൂ. എങ്ങനെ പറയാണ്ടിരിക്കും? രണ്ടിന്റെയും കയ്യിലിരിപ്പിതല്ലേ. ഒന്ന് പറഞ്ഞ രണ്ടിന് അടിയാ. മോനെ കഴിഞ്ഞാടാ? കഴിഞ്ഞെങ്കിലേ അമ്മയുടെ മുമ്പ് പോയിരുന്ന് പഠിക്ക്, ചെല്ല്. ഓ ഞാൻ പോണ്. അല്ലേലും നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ. വാവേ പോവലടാ, നിക്കടാ. ഒന്ന് പോത്തന്തേ. കണ്ണാ, ദേവൻ പോണോ നോക്കിക്കേ. അവന്റെ ഒരു കാര്യം പറഞ്ഞ്. എന്നാ ശരി, എന്നാ ഞാനും പോട്ടെ. ബൈ ബൈ, ടാറ്റാ, സീ യു, ലവ് യു മാ. ലവ് യു ടു ചക്കരേ.
ഡാ നിക്കടാ, വാവേ നിക്ക്, ഞാനും വരുന്ന. കണ്ണ ദേ സൂര്യ. അവനെന്തേ ഇന്ന് നേരത്തെ വന്നു? വായോ നമുക്ക് അങ്ങോട്ട് പോകാം. നീ വേണമെങ്കിൽ പൊക്കൂ, ഞാനൊന്നുമില്ല, ഞാൻ ക്ലാസ്സിൽ പോകാം. സൂര്യ എന്തു പറ്റിയെന്ന്? അല്ല പതിവിലും നേരത്തെ ആണല്ലോ ഒന്ന്, അല്ലെങ്കിൽ ഇനി ഈ സമയത്തൊന്നും കാണാൻ കിട്ടാറില്ലല്ലോ. ഒന്നുമില്ല, എന്തോ നേരത്തെ ഇങ്ങോട്ട് പോരാൻ തോന്നി, അതുകൊണ്ടിങ്ങ് പോന്നു. അല്ലടാ നീ മാത്രം വന്നോളോ? അവനെന്തേ കണ്ണൻ? അവൻ ക്ലാസ്സിൽ പോയിടാ. ആണോ? അല്ല കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചേ. എന്നാ പിന്നെ വാടാ നമുക്ക് ക്ലാസ്സിൽ പോകാം. എടാ നീ പൊക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. സൂര്യ നീ ഓക്കെ അല്ലേ? അല്ല എന്തെങ്കിലും പ്രശ്നം വല്ലതുണ്ടോ? ഇല്ലടാ. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, നിന്റെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ചോദിച്ചതാ. ഇല്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു, അത്രേ. എന്നാ കുഴപ്പമില്ല. നീ വരുന്നില്ലല്ലോ അല്ലേ? ഇല്ലടാ നീ പൊക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എന്നാ ശരി എന്നാ. എടാ ഇന്നലെ ഒരു വിറ്റുണ്ടായി. ഈ തിണ്ടിയാണെങ്കിൽ വിളിക്കാത്ത ഏതോ ഒരു കല്യാണത്തിന് എന്നെ കൂട്ടിക്കൊണ്ട് പോയേക്കുന്നടാ. അല്ലേല് നീ അല്ലാണ്ട് ആരെങ്കിലും ഇവന്റെ കൂടെ പോകോ? അല്ല എന്നിട്ട്? എടാ അങ്ങനെയൊന്നുമല്ലടാ, സത്യമായിട്ടും കല്യാണം വിളിച്ചായിരുന്നു. ആടാ കല്യാണം വിളിച്ചായിരുന്നു. ഏത് കല്യാണത്തിന് പോയെന്ന് നോക്കി. എടാ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഓഡിറ്റോറിയം മാറിപ്പോയി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് തിരിച്ചു പോകണോ അതോ? എന്തായാലും വന്നു, വണ്ടി കാശെങ്കിലും മുതലാവണ്ടേ, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകും. നല്ല ബിരിയാണി ഇറങ്ങടാ, എന്നാ ടേസ്റ്റ് ആയിരുന്നോ? അതാണ്, അതൊക്കെ അത്രയേ ഉള്ളൂ. കണ്ണാ എടാ ചിത്തു, നമ്മുടെ ഗൗരി ഇപ്പൊ എന്താ ചെയ്യുന്നേ? കണ്ണാ നിനക്ക് ഇപ്പോഴേ മറവി തുടങ്ങിയ? എടാ നമ്മളല്ലേടാ ലാസ്റ്റ് വീക്ക് അവളെ ബാംഗ്ലൂർ കൊണ്ടുപോയി ആക്കിയിട്ട് പോകുന്നത്. ശരിയാലേ. ആടാ ഞാനത് പെട്ടെന്ന് മറന്നുപോയി. അല്ല അമ്മോ, എന്റെ പൊന്നു കണ്ണാ, അമ്മുവും ഗൗരിയും ഒരു കോളേജിലല്ലേ പഠിക്കുന്നേ, അവരല്ലേടാ നമ്മൾ കൊണ്ടാക്കിയിട്ട് പോന്നേ. നീ ഇതെന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? ഞാൻ മറന്നുപോയി, അതല്ലേ ചോദിച്ചത്. ഇങ്ങനെയൊക്കെ മറക്കാവോ? കണ്ണാ എന്താ ഇത്? നീ സൂര്യ തമ്മില് ഇതിന് പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മില് എന്ത് പ്രശ്നം? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലേ? പിന്നെ നീ എന്താ അവനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നേ? അവൻ വന്നായിരുന്നോ? എപ്പോ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. കണ്ണാ നീ ഇതൊരുമാതിരി. അവൻ വന്ന് നിന്നെ വിളിച്ചത് നീ കേട്ടില്ലേ? അവൻ വന്ന് വിളിച്ചായിരുന്നോ? ഞാൻ കേട്ടില്ല. എനിക്ക് ഇവിടെ നിന്നിട്ട് പ്രാന്ത് പിടിക്കട്ട്, ഞാൻ പോവാ. എങ്ങോട്ട്? വേറെ എങ്ങോട്ട്? ക്യാൻറ്റീനിലേക്ക്. നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ വാ. എടാ ചിത്തു, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ആടാ എനിക്കും തോന്നുന്നു, അല്ലെങ്കിൽ രണ്ടും ഇങ്ങനെയല്ലല്ലോ. നീ എന്തായാലും വായോ, നൈസായിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ദക്ഷ, ദക്ഷ, എടാ ദക്ഷ. അബി, എന്റെ പൊന്നബി, നിനക്ക് എന്താ വേണ്ടേ? ലവ് യു. എന്റെ അബി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. മിണ്ടാണ്ടിരിക്കണ അവിടെ. അബി, ഓക്കെ ഓക്കെ ഓക്കെ, നിർത്തി നിർത്തി. രാവിലെ തന്നെ അങ്ങ് തുടങ്ങിക്കോ. എന്റെ ദൈവമേ, ഇതൊക്കെ കാണാനാണല്ലോ എന്റെ വിധി. സാരമില്ല, പോട്ടെ, വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നേ. ആരവേ, ഇതേടാ സൂര്യ. അവനപ്പ ഇങ്ങോട്ടാ പോന്നെ? എടാ വെയിറ്റ്, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണ്ട, അത് ശരിയാവില്ല. നമുക്ക് ഇവിടെ നിൽക്കാം. കണ്ണാ നിനക്ക് എന്താ പറ്റിയേ? അല്ല നീ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? കണ്ണാ ഞാൻ നിന്നോട് ഈ ചോദിക്കുന്നേ. അവന്റെ ഒരു ഫോൺ, ഞാൻ നിന്നോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്താ നിനക്ക് പറ്റിയെന്ന്. സൂര്യ ആ ഫോണിങ്ങതാ, ഞാൻ തരാം. ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ നീ പറ. നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ?
പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്ന? ഈ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കോ? പൊട്ടിക്കോ നീയാ? വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. അന്നാ എനിക്കൊന്ന് കാണണല്ലോ. നിനക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ നീ അത് എറിഞ്ഞ് പൊട്ടിക്കോ. എന്തേ നിനക്കിപ്പോൾ അത് പൊട്ടിക്കണ്ടേ? ഇതേ നോക്ക് സൂര്യ, നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ ആയിട്ട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലെന്നാ. പിന്നെ എന്തിനാ നാണില്ലാണ്ട് ഇങ്ങനെ പുറകെ വരുന്നത്? എനിക്കിനി ഒന്നും പറയാനില്ല നിന്നോട്. ഇന്നാ നിന്റെ ഫോൺ. പിന്നെ നീ നേരത്തെ പറഞ്ഞല്ലേ, ഇനി ഞാൻ നിന്റെ പുറകെ വരത്തില്ല. അയ്യോ, ഇതെന്ത് പറ്റി? കാഴ്ചക്കാരെ പോലെ നോക്കിയേക്കാതെ അങ്ങോട്ട് ചെല്ല്. ഇതേ കണ്ടില്ലേ ഒരു കൂട്ടുകാരൻ വഴിക്കിട്ട് പോയത്. ഓ, ഇവനൊക്കെ എവിടെന്നാണോ ഇപ്പൊ കുറ്റിയും പറിച്ചോണ്ട് പോകുന്നത്? സൂര്യ നിക്ക, സൂര്യ നിക്കടാ. എന്താടാ സൂര്യ ഇതൊക്കെ? എന്തിനാ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ഞാനാണോ? അവനല്ലേ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നേ? എനിക്ക് അറിഞ്ഞൂടാ എന്തിനാന്നൊന്നും. അറ്റ്ലീസ്റ്റ് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് പോലും അവൻ കേൾക്കുന്നില്ല. നീ വാ, നമുക്ക് സംസാരിക്കാം. ഞാനൊന്നുമില്ല, നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് സംസാരിക്കാം. എന്തിനും ഒരു സൊല്യൂഷൻ വേണ്ടേ? അല്ലാണ്ട് രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? എടാ ഞാനില്ല, അത് ശരിയാവത്തില്ല. പിന്നെ വാശി എനിക്കും ഉണ്ട്. അവൻ എന്നെ അവോയ്ഡ് ചെയ്ത് നടക്കല്ലേ, നടക്കട്ടെ. എത്ര നാൾ അവനിങ്ങനെ നടക്കുന്ന എനിക്കൊന്ന് കാണണം. കണ്ണാ, എന്താ പറ്റിയേ? നീ ഒന്നുമില്ലാന്നൊന്നും പറയാൻ നിൽക്കണ്ട, മര്യാദക്ക് പറഞ്ഞോ എന്താ കാര്യം? ഇന്നലെ വരെ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ഒരു കുഴപ്പം ഉണ്ടായില്ല, ഇന്നിതെന്താ പുതിയത്? എടാ, പക്ഷെ നീ ഇങ്ങനെ അവനെ അവോയ്ഡ് ചെയ്തിട്ട് എന്താ കാര്യം? അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ ഇങ്ങനെ അവനെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നത് അതത്ര നല്ലതെന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റാരേക്കാളും അവന്റെ ക്യാരക്ടർ എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? അറിയാടാ, പക്ഷെ എനിക്കിപ്പോ വേറൊരു ഓപ്ഷൻ ഇല്ല. എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇതിങ്ങനെ തന്നെ പോട്ടെ, അതാ നല്ലത്. എന്നാലും കണ്ണാ, ഇല്ലടാ, അങ്ങനെയൊന്നും ഞാൻ അവനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. இதயத்திலே இதயத்திலே ஒரு திருவிழி தடவியதால் அமிழ்ந்து விட்டேன் மயக்கத்திலே. ദക്ഷ, അല്ല നീ ഇതെവിടെ പോയിക്കാർന്ന്? ആ, ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായി. നീ എന്താ ചെയ്യുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ലടാ, ഞാനിങ്ങനെ ചുമ്മാ. നീങ്ങിരുന്നേ, ഞാനും ഇരിക്കട്ടെ. പിന്നെ എന്നാ ഉണ്ട് പറ. സൂര്യ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്താടാ നീ അങ്ങനെ ചോദിച്ചാ? അല്ല, നേരത്തെ കണ്ട സൂര്യ ഇതല്ലായിരുന്നേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് നേരത്തെ ഞാൻ ഓക്കെ അല്ലായിരുന്നു, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നീയൊന്നും നിന്നെ അവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് പറയാവോ? നിന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം അതെന്ത് വേണേലും ആയിക്കോട്ടെ, നീ എന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എനിക്ക് നിന്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പക്ഷെ ദക്ഷയുടെ കാര്യത്തിൽ നീ ഇപ്പൊ അവനോട് കാണിക്കുന്ന ഈ ക്ലോസ്നെസ് ഉണ്ടല്ലോ, അതെന്തിനു വേണ്ടിയിട്ടാ? അതിപ്പോ ഞാൻ എന്തിനാ നിന്നോട് പറയണേ? ബിക്കോസ് ഐ ലവ് ഹിം. നീ ഇപ്പം അവനോട് കാണിക്കുന്ന ഈ ക്ലോസ്നെസ് ഉണ്ടല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എനിക്കെന്തേ അവനായിട്ട് സംസാരിക്കാൻ പാടില്ലേ? എനിക്കത് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല ഞാൻ അവനോട് മിണ്ടുന്നത്. പിന്നെ നീ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഇനി അവനോടേ മിണ്ടുന്നുള്ളൂ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നീ അങ്ങ് പോയി ചെയ്യും. മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? അബി മോനെ, എന്നെ അങ്ങനെ വിളിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവനും ഞാനും തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും. അതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. അതൊക്കെ എങ്ങനെ തീർക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അബി, അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടേ? അമ്മയോ? ഇവരാണോ ഒരമ്മ?
എന്റെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങളുടെ അച്ഛനെ പറ്റിയൊരു മിസ്റ്റേക്ക് മാത്രം നിങ്ങളെ ഞാൻ ഒരിക്കലും എന്റെ അമ്മയായിട്ട് കാണാൻ പോണില്ല. അബി, നിങ്ങളുടെ ഈ കള്ളക്കണ്ണീരുകൊണ്ട് ഇവനെയും എന്റെ ചേച്ചിനെയൊക്കെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റിയേക്കാം. പക്ഷെ എന്നെ അതിന് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അബി, നീ ഒന്ന് നിർത്തിക്കേ. അമ്മ സോറി അമ്മ, അവന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുക. അവനെ പറഞ്ഞതൊക്കെ അമ്മ ഒന്ന് മനസ്സിൽ വെച്ചേക്കണ്ട. അവൻ എപ്പോഴും അതൊന്നും വേണ്ട മോളെ, അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇനി തൊട്ട് ഇതാ നിങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ എല്ലാ മക്കൾക്കും അത് ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും സാരമില്ല, കുഴപ്പമില്ല. അവൻ എല്ലാം ശരിയാവായിരിക്കും. അതൊക്കെ വിട്. അമ്മ വാ, ഒന്നും കഴിച്ചില്ലല്ലോ, വാ ഞാൻ ഇതിലെടുത്തു തരാം. വേണ്ട മോളെ, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവമ്മ? എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്, വാ ഞാൻ എടുത്തു തരാം, വാ. അമ്മ ഇത് കഴിക്ക്, ഞാനിപ്പ വരാം. ആ മോളെ, നമ്മുടെ പ്ലാൻ പോലെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവനില്ലേ, ആ അബി, അവൻ മാത്രം എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് അടുക്കുന്നില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അതെന്തായാലും നന്നായി. നീ നോക്കിക്കോ, രണ്ടിനെ ഞാൻ രണ്ടു വഴിക്കാക്കും. അതിനെന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെ? രക്ഷ. ഓ, ഈ തെണ്ടിയത് എവിടെ പോയി കിടക്കാണെന്തോ. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കണമില്ല. ഇവനിത് എവിടെയാ? എടാ, നീ കണ്ണനെ കണ്ടാർന്നോ? ഇല്ലടാ, ഞാൻ കണ്ടില്ല. ദക്ഷ, നീ കണ്ണനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കുറെ നേരം കൊണ്ട് ഇവിടെ നോക്കുക. അവനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. ആ എടാ, അവൻ ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്റെ പൊന്ന് കണ്ണാ, നിന്നെ തപ്പി ഞാൻ എവിടെയൊക്കെ പോയിന്നറിയോ? നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എടാ, അത് പിന്നെ ഫോൺ സൈലന്റ് ആയിരുന്നു. അല്ല, എന്തായിരുന്നു കാര്യം? നീ ഇത് കണ്ടോ? നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ വന്നതാ. ഇത് ഇട്ടിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ അധികം വൈകാതെ നമ്മുടെ കോളേജ് ഗ്രൂപ്പിൽ ഇത് വരും. ഇത് ചെയ്തത് അവനാണോ? അതിനൊരു ഡൗട്ടും വേണ്ട. ഈ പണി ചെയ്തേക്കുന്നത് അത് അർജുൻ തന്നെയാ. നീ വാ. നിനക്കെന്താടാ, പ്രാന്താണോ? അതേടാ, നിനക്കൊക്കെ വന്ന് എന്തും ചെയ്യാനാ? പന്നി, മര്യാദക്ക് ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പിന്നെ ഞാൻ നിന്നോട് പെരുമാറാം. രാധിക മിസ്സേ, മിസ്സിന്റെ മകനാണെന്ന് വെച്ച് എനിക്ക് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. സപ്പോസ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ അതിനെതിരെ ചോദ്യം വരും. ബാക്കി കുട്ടികളും അതുപോലെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? അർജുൻ ചെയ്തത് അത് തെറ്റ് തന്നെയാണ്. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാന്നാണോ ഇപ്പോഴത്തെ പിള്ളേർക്ക്? ദക്ഷിത ചെയ്തത് അത് ശരിയായില്ല. ഇങ്ങനെ അല്ലായിരുന്നു പ്രതികരിക്കേണ്ടത്. ഇങ്ങനെ പ്രതികരിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഉള്ളത്? മിസ് തന്നെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കൊന്നും പറയാനില്ല മിസ്സേ. ഇവനും ബാക്കി കുട്ടികളെ പോലെ ഒരു സ്റ്റുഡൻറ്റ് മാത്രം. തെറ്റ് ചെയ്താൽ അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടണം. എന്നാൽ പിന്നെ രണ്ടുപേരും കുറച്ച് ദിവസം വീട്ടിലിരിക്കട്ടെ. കയ്യോടെ ഈ സസ്പെൻഷൻ ലെറ്റർ അങ്ങ് കൊണ്ടുപോകും. ദേ അർജുൻ, ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഇമാതിരി പരിപാടി എങ്ങാനും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ ഇപ്പതേ സസ്പെൻഷനേ കിട്ടിയിട്ടുള്ളൂ. നീ എന്നെ കൊണ്ട് വെറുതെ അത് ഡിസ്മിസിലാക്കിപ്പിക്കരുത്. എടാ, എന്തായി? എന്താവാ, സസ്പെൻഷൻ കിട്ടി, അത്ര തന്നെ. എനിക്ക് തോന്നിയായിരുന്നു മിക്കവാറും സസ്പെൻഷൻ അടിച്ചു തരുമെന്ന്. അല്ല, നിനക്ക് മാത്രം കിട്ടിയോളോ അത് അവനും കിട്ടിയോ? ആ, അവനും കിട്ടി. ആ, രക്ഷപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ക്ലാസ്സിൽ വരുന്നുണ്ടല്ലോ. അല്ല, നിന്റെ പ്ലാൻ എന്താ? എന്തോന്ന് പ്ലാൻ? ഇനി ഇതിന്റെ ബാക്കി ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ കേൾക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അമ്മ നല്ല ദേഷ്യത്തില. ഡാ കണ്ണാ, ആ അതെ വരുന്നുണ്ട്. ഇനി ഇവൻ്റെ ഇനി എന്തോന്നാണോ എന്തോ.
കണ്ണാ എന്റെ പൊന്നു വാവേ, നീ ആയിട്ട് ഇപ്പൊ ഒന്നും തുടങ്ങരുത്. അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം വീട്ടിൽ ചെന്ന് എന്തായാലും എനിക്ക് കിട്ടും. അപ്പൊ ഇതൊന്നും കേൾക്കാനുള്ള ത്രാണി എനിക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാനീ പറയുന്നേ. ഓ ഇവനെ കൊണ്ട് എടാ, ഞാനിപ്പോ അതൊന്നും പറയാനല്ല വന്നേ. പിന്നെ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നിനക്ക് സസ്പെൻഷൻ വരെ കിട്ടിയിട്ടും നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഒരാള്, ആരവ്, അവനെവിടെ? പറഞ്ഞതുപോലെ അവനിതെവിടെ? അവനിപ്പോ നോക്കിയാൽ ചിലപ്പോ കണ്ടെന്ന് വരില്ല. കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ, ഒന്നും അറിയാത്ത പോലെ ആളങ്ങോട്ട് വന്നതാണ്. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അർജുൻ അല്ല അത് ചെയ്തത്. ശരിയാണ്, അർജുന്റെ ഫോണിൽ നിന്നാണ് ആ ഫോട്ടോ സെൻഡ് ആയേക്കുന്നത്. പക്ഷെ അർജുൻ അല്ല അത് ചെയ്തത്. അത് നിനക്കെങ്ങനെ അറിയാം? ദക്ഷ, നീ അറിഞ്ഞോ? കണ്ണന് സസ്പെൻഷൻ കിട്ടി. നീ ഇതെന്താ പറയണേ? ആടാ, കണ്ണന് മാത്രല്ല ആ അർജുനില്ലേ, അവനും കിട്ടി. അല്ല, കുറച്ചേരം മുമ്പ് ഒരു കുഴപ്പമുണ്ടായില്ല. സസ്പെൻഷൻ കിട്ടാനും മാത്രം അവൻ എന്താ ചെയ്തേ? അപ്പൊ നീ കണ്ടില്ല കണ്ണൻ അവനെ എന്തടി അടിച്ചെന്നറിയോ? കണ്ണനെ അവനെ അടിക്കണമെങ്കിൽ അവൻ എന്തേലും തോന്നിവാസം ചെയ്തു വെച്ചിട്ടുണ്ടാവും. നീ പറഞ്ഞത് എന്തായാലും ശരിയാ. അർജുൻ ഏതൊരു ഫോട്ടോ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഇപ്പോ ഈ അടി നടന്നേക്കുന്നത്. എടാ, ഞാനിപ്പോ വരാം. ഇതൊരു മറ്റൊരു മറ്റൊരു പരിപാടി നീ കാണിച്ചു വെച്ചത്. എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോ? എന്നിട്ട് നീ എനിക്കിട്ട് പണിയണം. എടാ, അത് പിന്നെ നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നീ ഇപ്പൊ ചെയ്തതുണ്ടല്ലോ, അതൊരുമാതിരി ചീപ്പ് പരിപാടിയായിപ്പോയി. ആരവ് പറഞ്ഞിട്ടാ ഞാൻ ആ ഫോട്ടോ ഗ്രൂപ്പിലിട്ടത്. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും വെച്ച് അവൻ അത് ചെയ്യിപ്പിച്ചേനെ. എടാ, നീ പറയുന്നത് നമ്മുടെ ആരവിനെ തന്നെയാണോ? അവനെന്തിനാടാ? ആ, ആരവ് തന്നെയാ. എന്തിനാ എന്നൊന്നും എനിക്കറിയത്തില്ല. നിന്നെ അവൻ തന്നെന്ന് കണ്ടപ്പോഴേ ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ആക്കിയായിരുന്നു. ദക്ഷ, നീ കേട്ടത് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ? എടാ ഇല്ല, ഞാൻ ശരിക്കും കേട്ടതാ. എടാ, ആരവാടാ ഇതൊക്കെ ചെയ്തത്? കണ്ണ, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നേ? എന്താടാ ഞാൻ പറയണ്ടേ? ഞാൻ എന്താ പറയണ്ടേ? 1-2 കൊല്ലമൊന്നുമല്ല, 5 വർഷം. 5 വർഷം. കണ്ണ, ഇത് അവനാണ് ചെയ്തതെങ്കിൽ ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്കിത് ചോദിക്കണം. ചോദിച്ചിട്ട് എന്തിനാ? വേണ്ട, ഒന്നും വേണ്ട. നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. നീ എന്തീ പറയുന്നേ? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ഒന്നും ചോദിക്കണ്ടെന്നാ? ആ, ചോദിക്കണ്ട. ഒന്നുമില്ലെങ്കിലും എനിക്ക് സസ്പെൻഷൻ വാങ്ങിച്ചിടാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. എന്നാലും ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല കണ്ണാ. ജിത്തു, ഞാൻ പറയണ നീ അങ്ങോട്ട് കേട്ടാ മതി. അവനോട് ഇതിനെപ്പറ്റി ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കണ്ട. പിന്നെ ഇപ്പീ നടന്നതുണ്ടല്ലോ, അത് നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. കണ്ണാ, എന്താ പറ്റിയേ? നിനക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന് കേട്ടു. നീ എവിടെയായിരുന്നു? എടാ, അത് പിന്നെ ഞാൻ ലൈബ്രറിയിലായിരുന്നു. നീ എപ്പോഴേ ലൈബ്രറി പോയേ? അല്ല, നേരത്തെ ഞാൻ അവിടെ വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. അത് പിന്നെ ചിലപ്പോ നീ അവിടെ വന്നു പോയതിനു ശേഷമായിരിക്കും ഞാൻ ലൈബ്രറിയിൽ വന്നത്. അതുകൊണ്ടായിരിക്കും നീ എന്നെ കാണാൻ. അല്ല, അതൊക്കെ വിട്. നിനക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഒരു പരമനാറി ചെറ്റ. ഇവന്റെയും സൂര്യയുടെയും ഫോട്ടോ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലിട്ട് ഇവൻ അവനെ അടിച്ചു. ഇപ്പൊ അടിച്ചവനും ഫോട്ടോ ഇട്ടവനും സസ്പെൻഷൻ കിട്ടി. ഇതെന്ത് പറ്റി? എന്ന് ഒച്ചയും ബഹളമൊന്നും ഇല്ലല്ലോ. ഇങ്ങോട്ട് വാ. എന്താടാ, എന്താ കാര്യം? അമ്മ എന്തേലും വിളിച്ചു പറഞ്ഞായിരുന്നോ? ഓ, പറഞ്ഞു എല്ലാം പറഞ്ഞു. അത് തന്നെയാണ് പ്രശ്നം. വന്നപ്പോ തൊട്ട് ഇതുപോലെയാ. ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. സാധാരണ രീതിയിൽ അതങ്ങനെയല്ലല്ലോ. അവനെന്തെങ്കിലും തല്ലുണ്ടാക്കി കൊണ്ടുവന്ന ഇവിടെ ഒച്ചപ്പാടും ബഹളമായിരിക്കും. ഇതെന്താ ഇത് ഇങ്ങനെ? അത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത. അമ്മ ഒച്ചപ്പാടും ബഹളം എടുക്കാറുണ്ടെങ്കിൽ വല്ല കുഴപ്പമില്ലായിരുന്നു. ഇതിങ്ങനെ മിണ്ടാണ്ടിരിക്കണം കണ്ടിട്ടേ ഒരു ടെൻഷൻ. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാൻ എന്താ കാര്യം പോയി ചോദിച്ചിട്ട് വരും. രാധി, ഇതെങ്ങോട്ടാ പോണേ? എന്റെ പൊന്നു തന്തേ, നിങ്ങളിപ്പോ എന്തോന്ന് അമ്മയോട് പറഞ്ഞത്? എടാ, ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും അവളെ വിളിച്ചേ ഉള്ളൂ. അപ്പേക്ക് അവള് പോയിടാ. നിന്റെ അച്ഛൻ ഇങ്ങനെ നോക്കിക്കാണ്ട് ചെല്ലങ്ങോട്ട് അമ്മയുടെ പുറകെ. നിങ്ങൾ 2 കൂടി എന്നെ തല്ലി കൊള്ളിപ്പിച്ച് അടങ്ങൂലേ?
അച്ഛൻ ഞങ്ങളെ മുത്തല്ലേ, ചെല്ല് ചെല്ല് ഇതൊക്കെ ഒന്ന് സോൾവ് ആക്കിത്താ. അമ്മേനെ ഇങ്ങനെ കാണാൻ ഒരു രസവുമില്ല. എടാ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാട്ടോ. ആ നീ പൊക്കോ, പിന്നെ അധികം ലേറ്റ് ആവാൻ നിൽക്കല്ലേ. ഇല്ലടാ, പോയിട്ട് പെട്ടെന്ന് വരാം. രാധി, കാര്യം പറ, എന്താ പറ്റി? സാധാരണ അവൻ തല്ലുണ്ടാക്കി കൊണ്ടുവന്ന നീ ഇങ്ങനെയല്ലല്ലോ, പിന്നെ ഇന്നതെന്തു പറ്റി? ശ്രീയേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ നീ ചോദിക്ക്. നമ്മുടെ മക്കളിൽ ഒരാൾ, അതപ്പോൾ കണ്ണനായിക്കോട്ടെ ഭാവിയായിക്കോട്ടെ, നാളൊരു ദിവസം വന്ന് ഒരു പെൺകൊച്ചിനല്ല മറിച്ച് ഒരു ആൺകൊച്ചിനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രീയേട്ടൻ എന്ത് ചെയ്യും? അപ്പോ അതാണ് കാരണം, അവൻ തല്ലുണ്ടാക്കിയതല്ല മറിച്ച് ആ ഫോട്ടോ ആണ് ഇപ്പൊ നിന്റെ പ്രശ്നം. ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ പറ. എന്നാ നീ ശരിക്കും കേട്ടോ, നാളൊരു ദിവസം കണ്ണനായിക്കോട്ടെ അല്ലെങ്കിൽ വാവി ആയിക്കോട്ടെ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നടത്തി കൊടുക്കും. ശ്രീയേട്ടൻ അതിനെപ്പറ്റി നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരുടെ നാട്ടുകാരുടെ മൊത്തം നമ്മൾ എങ്ങനെ നോക്കും? ഇപ്പൊ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് നോക്കിച്ചാൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ശ്രീയേട്ടാ, ഇതൊന്നും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. രാധി, നീ അവരുടെ അമ്മ മാത്രമല്ല, ഒരു ടീച്ചറും കൂടിയാ. അവരെ പറ്റി മറ്റാരേക്കാളും നിനക്ക് നന്നായിട്ട് അറിയാലോ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും നീ എന്താ ഇങ്ങനെ പറയുന്നത്? വേറൊന്നും കൊണ്ടല്ല ശ്രീയേട്ടാ, നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. കുടുംബക്കാർ, നാട്ടുകാർ, അവിടെയൊക്കെ വായിന്ന് വരുന്നത് എന്തൊക്കെയാണെന്നറിയോ? അതെല്ലാം കേൾക്കേണ്ടി വരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും കാര്യം അതവിടെ നിൽക്കട്ടെ, നിനക്കിതിൽ എതിർപ്പുണ്ടോ ഇല്ലയോ? എനിക്ക് എൻ്റെ മക്കളുടെ സന്തോഷം വലുത്. അവരൊന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി. ആണല്ലോ, അപ്പൊ പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. എന്നാലും ശ്രീയേട്ടാ, ഒരെന്നാലുമില്ല, നീ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. കുടുംബക്കാരോടും നാട്ടുകാരോടും എന്ത് പറയുന്നാണെങ്കിൽ അവർക്കുള്ള മറുപടി ഈ ഞാൻ കൊടുത്തോളാം. പിന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്റെ മക്കളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു വിവാഹം കഴിപ്പിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന നിനക്ക് വല്ല ഉറപ്പുണ്ടോ? എനിക്കെന്തായാലും ആ ഒരു ഉറപ്പില്ല. അങ്ങനെ ഒരു വിവാഹം കൊണ്ട് ആ ഒരു പെൺകൊച്ചിന്റെ ജീവിതം കളയാനല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നീ മറ്റുള്ളവരുടെ കാര്യം വിട്. അവരെന്ത് ചിന്തിക്കുന്നു എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ മക്കളുടെ സന്തോഷം എന്താണോ അത് നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു സൊസൈറ്റിയിലല്ലേ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഈ ലോകത്തുണ്ട്. സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ഒരു ജോബൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരെവിടെ വേണേലും സെറ്റിൽ ആയിക്കോട്ടെ. നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ശ്രീയേട്ടൻ പറഞ്ഞത് ശരിയാ. നമ്മളെന്തിനാ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നോക്കുന്നത്? നമുക്ക് ഏതാണോ ശരി അത് ചെയ്താൽ പോരെ? ആ നിനക്കത് മനസ്സിലായല്ലോ, അത് മതി. ആ പിന്നെ മതി, നീ ഇങ്ങോട്ട് എനിച്ചൊന്നേ. ഇത് എനിക്ക് വിശക്കുന്ന. ആദ്യം നിങ്ങൾ പോയി ഒന്ന് കുളിക്ക്, അപ്പേക്ക് ഞാൻ ഫുഡൊക്കെ എടുത്തു വയ്ക്കാം. ഓ ആയിക്കോട്ടെ. വാവേ, കണ്ണൻ എന്തേ? ആ അമ്മ, അവന്റെ ഇപ്പോ പുറത്തോട്ട് പോയി. ആണോ? എന്നാ വരട്ടെ. വാവേ, നീ വന്നാ ഫുഡ് എടുത്തരാം. ഇല്ലമ്മ, എനിക്കിപ്പോ വിശക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് മതി. ദക്ഷ, ദക്ഷ, എടാ അവിടെ നിക്ക ഞാനും. ദക്ഷ, ആ നീയായിരുന്നു അപ്പൊ എന്നെ വിളിച്ചോണ്ടിരുന്നത്. ആരും എന്നെ വിളിക്കുന്ന പോലെ തോന്നി. അത് ശരി, എന്നിട്ടാണ് അതിനൊക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടായിരുന്നു. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കാം നിന്നെ. അത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ എന്തോ നീ ചിലപ്പോ തോന്നലാണെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങ് നടന്നു. ആ എന്തായാലും കൊള്ളാം. ആ അതൊക്കെ വരും. അല്ല നീ ഇപ്പോ എങ്ങോട്ടാ? ക്ലാസ്സിലേക്കാണോ? അല്ലടാ, ഞാനിപ്പോ എന്തായാലും ക്ലാസ് കയറുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കയറുന്നുള്ളൂ. എന്തേ? പ്രത്യേകിച്ചൊന്നുമില്ലടാ. നീ ക്ലാസ്സിൽ കയറുന്നില്ലെങ്കിൽ ചുമ്മാ ക്യാൻറ്റീൻ വരെ പോയി ചായ കുടിക്കാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചതാ. ഇതായിരുന്നാ? നീ വാടാ, നമുക്ക് പോവാം. ദക്ഷ, എന്താടാ? നീ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നീ കാര്യം പറ. അതൊക്കെ ഞാൻ പറയാം, നീ ആദ്യം എൻ്റെ കൂടെ ഒന്ന് വാ. ആ അബി, ഞാൻ ദേ വരുന്നടാ. നീ എന്തിനെന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോണേ?
ചേട്ടാ 2 കോഫി. അത് ശരി, ഇങ്ങോട്ടാണെങ്കിൽ നിനക്കൊന്ന് പറയാൻ മേലായിരുന്നു അബി. എങ്ങോട്ടാന്ന് പറഞ്ഞാല് നീ എൻ്റെ കൂടെ വരൂ? അതല്ലടാ, സൂര്യ എന്നോട് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴാ നീ വന്ന് വിളിച്ചത്. ഇങ്ങോട്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെയും കൂട്ടായിരുന്നല്ലോ. എന്നാ ചെല്ല്, നീ പോയി അവനെ വിളിച്ചോണ്ട് വാ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ കുടിക്കുക. ഞാൻ പോവാം. അബി, നീ എങ്ങോട്ടാ? ഞാൻ പോണ്. നീ പോയി അവനെ വിളിച്ചോണ്ട് വന്നിരുത്തും. അബി, മര്യാദക്ക് ഇവിടെ വന്നിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ നീ എന്റെ പുറകെ പിന്നെ അതും ഇതും പറഞ്ഞ് വന്നേക്കരുത്. എന്താ ചിരിക്കുന്ന? നിന്നെ ഇങ്ങനെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. ക്യൂട്ട്നെസ് കണ്ട് ചിരിച്ചതാ. ഞാനതിന് ക്യൂട്ടൊന്നും അല്ല. ആ, അത് നിനക്ക്. പക്ഷേ എനിക്ക് നീ ക്യൂട്ടാ. അത് നീ എന്നെ ശരിക്കും അറിയാനിട്ടാ. അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നീ അത് പറയില്ല. തൽക്കാലത്തേക്ക് എനിക്കിപ്പോ അത് അറിയണ്ട. നീയേ കോഫി കുടിക്ക്. മണ്ണവൻ നിരകൾ പല്ലവൻ ഉളിയോ മിഴികൊണ്ട് മിഴികൾ